സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നാട്ടുവൈദ്യം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്വാസകോശ രോഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ശ്വാസകോശങ്ങളിലെ രോഗങ്ങൾ നമുക്ക് ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പല തരത്തിലുള്ള രോഗങ്ങളുണ്ട്. ന്യൂമോണിയ, അതേപോലെ തന്നെയുള്ള ശ്വാസം എടുക്കാൻ പറ്റാത്ത രോഗങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് കാരണം എന്താണ് നമ്മൾക്ക് ആദ്യമായിട്ടൊന്ന് നോക്കാം. നമ്മുടെ ഗൃഹവൈദ്യ രീതിയിലുള്ള കാരണം, ശ്വാസകോശത്തിൽ ഈ ആമവിഷം അടിഞ്ഞുകൂടുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കഫം അടിഞ്ഞുകൂടുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് നമ്മൾക്ക് അതിനുള്ള ഓക്സിജൻ സ്വീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാകുന്നില്ല. ഉദാഹരണമായിട്ട് നമ്മൾ പുറത്ത് നിൽക്കുകയാണെങ്കിൽ, അതായത് ജലത്തിന് പുറത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ശ്വാസകോശ രോഗമുള്ളവർ ഈ ശ്വാസകോശത്തിൽ ഈ കഫം അടിഞ്ഞുകൂടും, അല്ലെങ്കിൽ അങ്ങനത്തുള്ള മ്യൂക്കസ് അടിഞ്ഞുകൂടുന്ന സമയത്ത് ശരീരത്തിന് ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ടാണ് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ സംഗതികളെയും മുഴുവൻ പുറത്താക്കുക, അതായത് ഈ കഫങ്ങളെയും മുഴുവൻ പുറത്താക്കുക. അതെങ്ങനെ ചെയ്യാൻ പറ്റും? ആയുർവേദത്തിൽ കഫത്തിന് വിപരീതമായിട്ടുള്ള ചികിത്സകൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ശ്വാസകോശ രോഗത്തിൽ നിന്നും നമുക്ക് വിമുക്തരാകാൻ സാധിക്കും. അതിന് അലോപ്പതിയിൽ നമ്മൾക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ആവും. ശ്വാസത്തിൽ ഈ ന്യൂമോണിയ അങ്ങനത്തുള്ള സാധനങ്ങളായിട്ട് പോകുന്ന വ്യക്തിയെ അവിടെ ധാരാളം ചിലപ്പോൾ AC യിലായിരിക്കും കിടത്തുക. അതുകൂടെ ചിലപ്പോൾ കൂടുതൽ ഭക്ഷണമായിരിക്കും കൊടുക്കുക. ഈ സമയത്താണ് കൂടുതൽ കഫം ഉണ്ടാകുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഉദാഹരണം തരാം. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു ഉദാഹരണം. എൻ്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റായതിനു ശേഷം ചെറിയൊരു ബോധക്ഷയം ഉണ്ടായതാണ്. ആശുപത്രിയിൽ അഡ്മിറ്റായതിനു ശേഷം തലയിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്തു. ഒരു മാസത്തോളം ICUയിൽ കിടന്നു. 10-15 ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്നു. അതിനുശേഷം പിന്നെ ഒന്നിൽ കൂടുതൽ മാസം ICUയിൽ കിടന്നു. അതിനുശേഷം സാധാരണ റൂമിൽ കൊണ്ട് ചെന്നെത്തിച്ചു. ഈ രോഗിയുടെ ഇവിടെ കഴുത്തിൻ്റെ അവിടെ തുറന്നിട്ട് അതിലൂടെയായിരുന്നു ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രോഗം ആ മുറിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് എപ്പോഴും കഫം വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും കഫം ഇങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് കഫം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം തുടച്ചു മാറ്റുന്നു. വീണ്ടും ഈ രോഗിക്ക് ആവശ്യമില്ലാതെ ഭക്ഷണം ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്നു. ഈ സംഗതികൾ എനിക്ക് ആ സമയത്ത് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഇതെന്ത് ശാസ്ത്രമാണെന്ന് എനിക്ക് എന്തുകൊണ്ടാണ് കഫം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവം കൊണ്ടപ്പോഴാണ് എനിക്കിതിൻ്റെ കാര്യം പിടികിട്ടിയത്. ആ സുഹൃത്തിൻ്റെ ഒരു ബന്ധുവിനെ ICUയിൽ അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ ചില ഭക്ഷണക്രമങ്ങളുണ്ട്. രാവിലെ എണിച്ചിട്ട് ഇത്ര മണിക്ക് മുട്ടയുടെ വെള്ള, അതേപോലെ തന്നെ മുട്ട പുഴുങ്ങിയത്, ഈ സാധനങ്ങൾ അവരുടെ ഒരു മെനു ചാർട്ടുണ്ട്. ഈ സാധനങ്ങൾ അനുസരിച്ച് രോഗിയുടെ കഴുത്തിലേക്ക് നമ്മുടെ ഒരു സിറിഞ്ചിൽ കൂടെ രോഗിയുടെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുക്കണം. സുഹൃത്തുക്കളെ, ഒരു കാര്യം ആലോചിക്കുക. ഒരു പേഷ്യൻറ്റ്, രോഗിയായിട്ടുള്ളൊരു പേഷ്യൻറ്റ്, ആ പേഷ്യൻറ്റിന് ദഹനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കുന്നില്ല. നമ്മൾ ഇഷ്ടം പോലെ സാധനം ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് പറ്റും? അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഈ സാധനം ദഹിക്കില്ല, കഫമായിട്ട് രൂപാന്തരപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എൻ്റെ സുഹൃത്തിൻ്റെ ബന്ധുവിനെ ഇതേപോലെ തന്നെ ആശുപത്രിയിൽ കൊണ്ടിട്ടതിന് ശേഷം ഈ പ്രശ്നം ഉണ്ടായി. അതായത് കഫം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ബന്ധു ഒരു നാട്ടുവൈദ്യനായിരുന്നു. ഇദ്ദേഹം ഉള്ളിൽ പോയി കഴിഞ്ഞ ശേഷം ആദ്യം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഇത്ര ദിവസമായി ഈ പേഷ്യൻറ്റിന് ഇത്ര ഇതും കഫം വരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നതൊന്നും സ്വീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ചികിത്സ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ ഡോക്ടർ ഈ ആളുടെ ഒരു അടുത്ത ഒരാളായിരുന്നു. ശരി, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നാട്ടുവൈദ്യം പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യേണ്ട, ഒരാഴ്ചത്തിൽ നിങ്ങൾ ഭക്ഷണം നിർത്തുക എന്ന് പറഞ്ഞു. വേണമെങ്കിൽ വല്ല ഇളനീര് വെള്ളമോ എപ്പോഴെങ്കിലും കൂടുമ്പോൾ വല്ല അങ്ങനത്തെ ദാഹിക്കുന്ന സമയത്ത് കൊടുത്താന്ന് പറഞ്ഞു. ഒരാഴ്ച ഭക്ഷണം കംപ്ലീറ്റായിട്ട് നിർത്തിയ ആ രോഗിയെ ഫാസ്റ്റിംഗ് കിട്ടുക, ആ കഫം കംപ്ലീറ്റായിട്ട് പോയി. ഇതറിയാതെയായിരുന്നു എൻ്റെ ബന്ധുവിന്. എനിക്കും ആ സമയത്ത് അറിയണ്ടായിരുന്നില്ല ഈ കാര്യങ്ങൾ. അതേപോലെ തന്നെ ശാസ്ത്രത്തിൻ്റെ പേരിൽ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ട് കഫം വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡെയിലി ഒരു നാഴി കഫം വീതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടത് അറിയാതെ അവർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര എന്താ പറയുക, ശാസ്ത്രീയമല്ലാത്ത ചികിത്സയാണെന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിതിന് വേണ്ടത് ആദ്യമൊക്കെ എന്താണെന്ന് പറയുമ്പോൾ നല്ല സ്റ്റീം ബാത്തും ബാക്കിയുള്ള സംഗതികളൊക്കെ എടുത്തതിന് ശേഷം കഫത്തെ മുഴുവൻ പുറന്തള്ളുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിന് നമ്മൾ മറ്റൊരു കാര്യം കൂടി ചെയ്യാം. ശ്വാസകോശത്തിലെ ഏതൊരു രോഗത്തിനും ഏറ്റവും നല്ല സംഗതിയാണ് ഈ നമ്മുടെ ഒരു മരുന്നുണ്ട്, വസക എന്ന് പറയുന്നത്. ഹിന്ദിയിൽ വസക എന്ന് പറയും, നമ്മുടെ മലയാളത്തിൽ അതിനെ ആടലോടകം എന്ന് പറയും. ഈ ആടലോടകം ഉണക്കി പൊടിച്ച പൊടി നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചയ്ക്ക് അതിനെ കഷായം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ നീരിൽ അല്പം തേനോ കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം. ഈ ശ്വാസകോശത്തിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ കഫവും പുറത്തു വരും. അതേപോലെ തന്നെ കഫരോഗം കൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള കഷായങ്ങൾ രീതിയിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ കഫത്തിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു ഇതുണ്ടാവും. പലർക്കും ആസ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്.
ഒരു സ്ത്രീക്ക് ഏകദേശം 17 വർഷങ്ങളോളം ആസ്മ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഒന്നും ചെയ്തില്ല. ഈ ഉപവാസ സമയത്ത്, അതായത് അവർ ഒരു മാസം നീണ്ട ഒരു ഉപവാസം എടുത്തു. രാവിലെ ഒരു നേരം മാത്രം കഴിക്കുക, വൈകിട്ട് ഒരു നേരം മാത്രം കഴിക്കുക, ഇടയ്ക്ക് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? നമ്മുടെ ശരീരം നമ്മുടെ ഉള്ളിലെ കഫങ്ങളെ മുഴുവൻ തിന്നേർക്കും, ആവശ്യമില്ലാത്ത സാധനങ്ങളെ മുഴുവൻ തിന്നേർക്കും. അതായത് ശരീരത്തിനൊരു റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ശരീരം സ്വയം റിപ്പയർ ചെയ്യും. ഒരു മാസം അവരങ്ങനെ നിർജ്ജലോപവാസം അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് രാവിലെയും വൈകിട്ടും മാത്രം ഭക്ഷണം, ഇടയ്ക്ക് ഭക്ഷണമൊന്നുമില്ല, വെള്ളമില്ല, ടോട്ടലായിട്ട് നിർജ്ജലോപവാസം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കില്ല, ഭക്ഷണശേഷം പിന്നീട് വെള്ളം കുടിക്കും 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം. അതേമാതിരി രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും വെള്ളം കുടിക്കും. ഒരു മാസം അവർ ചെയ്യുമ്പോഴേക്കും അവരുടെ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ്. ഇത്രയും ചിലവ് കുറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? ഇവിടെ ആസ്മ രോഗികൾക്ക് ഇൻഹേലർ കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു, എന്നിട്ടും അവരുടെ ആസ്മ മാറാതെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ട് വരികയാണ്. അതേപോലെ തന്നെ പ്രാണായാമം എന്ന് പറയുന്നതിന് ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ ലങ്സിൻ്റെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് അനുലോം വിലോമം, കപാലഭാതി തുടങ്ങിയ പ്രാണായാമങ്ങൾ, യോഗ ഇതിന് ഏറ്റവും നല്ലതാണ്. കാരണം ഈ സംഗതികൾ നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സാധനങ്ങളെല്ലാം ഉരുകി പുറത്തു പോകും. അതിനിടയ്ക്കിടയ്ക്ക് ഉപവാസവും നല്ലതാണ്. ഉപവാസം ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് റിപ്പയർ ചെയ്യും. അപ്പോൾ ഈ രീതിയിലുള്ള മരുന്നില്ലാത്ത, അതായത് അലോപ്പതി മരുന്നില്ലാത്ത പ്രകൃതി ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ കർപ്പൂര തൈലമെല്ലാം പുരട്ടിയതിന് ശേഷം നല്ല ചൂടുള്ള കൊണ്ട് ഇവിടെ എല്ലാം നമ്മൾ സ്പോഞ്ച് ബാത്ത് ചെയ്യുകയാണെങ്കിൽ അതും അതിൻ്റെ ഉള്ളിലെ കഫങ്ങളൊക്കെ ഉരുകാൻ വളരെ നല്ലതാണ്. പിന്നെ ഈ നെഞ്ചിലെ രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശത്തിലെ രോഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് വെയിലേൽക്കുക എന്ന് പറയുന്നത്. അതായത് സൂര്യപ്രകാശം കൊള്ളുക എന്ന് പറയുന്നത്, സൂര്യസ്നാനം. അത് നമുക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂർ വീതം ഡെയിലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ കഫത്തിന് ഭയങ്കര ആശ്വാസം ഉണ്ടാകും. അതുകൂടാതെ ശ്വാസകോശ രോഗികൾ ഒരു കാരണവശാലും അമിതാഹാരം കഴിക്കരുത്, രാത്രി ഭക്ഷണം കഴിക്കരുത്. നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കഴിക്കുക. അതുകൂടാതെ ഉഷ്ണമുള്ള പദാർത്ഥങ്ങൾ മാത്രം കഴിക്കുക, ഉഷ്ണത്തോടുകൂടി, അതായത് ചൂടോടുകൂടിയ സാധനങ്ങൾ മാത്രം കഴിക്കുക, ചൂടില്ലാത്ത ഒരു സാധനങ്ങളും കഴിക്കരുത്. അതുകൂടാതെ നല്ലപോലെ അവർ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതുകൂടാതെ ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ലഘുവായിട്ടുള്ളതും പെട്ടെന്ന് ദഹിക്കാവുന്ന ഭക്ഷണങ്ങളും കഴിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മിക്ക രോഗങ്ങളെയും നമുക്ക് അതുകൂടെ തന്നെ നമുക്ക് നേരിടാൻ സാധിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രകൃതി ചികിത്സയിൽ പോവുക, യുനാനി, ആയുർവേദ, ഹോമിയോപ്പതി ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്യുക, നാച്ചുറോപ്പതി ഇതൊക്കെ ട്രൈ ചെയ്യുക. അലോപ്പതിയിൽ പോകാതിരിക്കുക. അലോപ്പതി പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ മുഴുവൻ വീണ്ടും പ്രശ്നങ്ങളാവും. അപ്പോൾ അത് കാരണം ബദൽ ചികിത്സാ സംവിധാനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. ശ്വാസകോശ രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി.